ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആണവ കേന്ദ്രത്തിന് തകരാറെന്ന് സ്ഥിരീകരണം. ഇറാന്റെ മുഖ്യ ആണവ കേന്ദ്രമായ നതാൻസിനാണ് കേടുപാട് പറ്റിയതായി രാജ്യാന്തര ആണവോർജ ഏജൻസി സ്ഥിരീകരിച്ചത്. 5 ദിവസം മുൻപ് ഇസ്രായേൽ ഇറാനു നേരെ നടത്തിയ ആദ്യ ആക്രമണത്തിലാണ് കേടുപാടുകൾ സംഭവിച്ചത്. ഇറാന്റെ ആണവ പദ്ധതികളെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ആക്രമണം ആരംഭിച്ചത്. ഭൂഗർഭ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റിന് കാര്യമായ കേടുപാടുകൾ പറ്റിയിട്ടില്ലെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ. എന്നാൽ ഇത് തള്ളിയാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ ആക്രമണങ്ങൾക്ക് ശേഷം ശേഖരിച്ച ഉപഗ്രഹ ചിത്രങ്ങളുടെ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ നദൻസിലുള്ള ഭൂഗർഭ സമ്പുഷ്ടീകരണ ഹാളുകളിൽ നേരിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇറാനിലെ മറ്റു 2 പ്രധാന ആണവ കേന്ദ്രങ്ങളായ ഇസ്ഫഹാൻ, ഫോർഡോ എന്നിവിടങ്ങളിലും നാശനഷ്ടങ്ങളുണ്ട്. അതേസമയം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിക്ക് ഇറാഖ് മുൻ ഭരണാധികാരി സദാം ഹുസൈന് സമാനമായ വിധി നേരിടേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. ടെല്ലവീവിൽ ഉന്നത ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കാറ്റ്സ്. യുദ്ധക്കുറ്റങ്ങൾ തുടരുന്നതിനും ഇസ്രായേലി സിവിലിയന്മാർക്ക് നേരെ മിസൈലുകൾ പ്രയോഗിക്കുന്നതിനും ഇറാനിയൻ ഏകാധിപതിക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരെ ഈ പാത പിന്തുടർന്ന അയൽ രാജ്യമായ ഇറാഖിലെ ഏകാധിപതിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം ഓർക്കണമെന്ന് കാറ്റ്സ് പറഞ്ഞു. അതേസമയം ഇറാനിലെയും ഇസ്രായേലിലെയും മലയാളികൾ നിലവിൽ സുരക്ഷിതരാണെന്ന് നോർക്ക റൂട്ട്സ് വ്യക്തമാക്കി. ഇറാനിലെ കെർമാൻ യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സയൻസിൽ MBBS പഠിക്കുന്ന 12 മലയാളി വിദ്യാർത്ഥികളും ബിസിനസ് ആവശ്യത്തിന് ടെഹ്റാനിലേക്ക് പോയ സംഘവുമാണ് നോർക്കയുമായി ബന്ധപ്പെട്ടത്. വിദ്യാർത്ഥികൾ ഇപ്പോൾ അവരുടെ ഡോർമെറ്ററിയിൽ സുരക്ഷിതരാണ്. ഇവരുടെ വിവരങ്ങൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മുഖേന ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയിൽ അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേലിലെ ടെല്ലവീവിലും ഇറാനിലെ ടെഹ്റാനിലും സാഹചര്യം ഗുരുതരമായി തുടരുകയാണ്. ബിസിനസ് സംഘം ടെഹ്റാനിൽ നിന്ന് തദ്ദേശീയരായ ഇറാനികളുടെ സഹായത്തോടുകൂടിയാണ് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറിയത്. ഇതേസമയം ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെയും പൗരന്മാരെയും റോഡ് മാർഗം അർമേനിയയുടെ തലസ്ഥാനത്തേക്ക് മാറ്റുന്നതിന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും ഇന്ത്യൻ എംബസിയും നീക്കം ആരംഭിച്ചിട്ടുണ്ട്. മലയാളികളായ കെയർ ഗിവേഴ്സ്, പാരാമെഡിക്കൽ ജീവനക്കാർ, നഴ്സുമാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ഇസ്രായേലിലുണ്ട്. ഇറാൻ-ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സഹായം ലഭിക്കുന്നതിനായി വിദേശകാര്യ മന്ത്രാലയം കോൾ സെന്റർ തുടങ്ങിയിട്ടുണ്ട്. ടെഹ്റാൻ, ടെല്ലവീവ് എംബസികളിലും ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട്. നോർക്കയുടെ കോൾ സെന്ററും സജ്ജമാണെന്ന് CEO പറഞ്ഞു.